പവർ ഓഫ് അറ്റോർണി ഈ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ പവർ ഓഫ് അറ്റോർണി കൊടുക്കും ബിലോങ്സ് ടു നമ്മളില്ലാത്ത പ്രസൻസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പവർ ഓഫ് അറ്റോർണി നമ്മളെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജറോ ആർക്കാണ് പവർ ഓഫ് അറ്റോർണി കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോൾ എന്താണോ പർപ്പസ് അത് മെൻഷൻ ചെയ്ത് പവർ ഓഫ് അറ്റോർണി കൊടുക്കുക. പവർ ഓഫ് അറ്റോർണി തന്നെ പല ടൈപ്പ് ഓഫ് പവർ ഓഫ് അറ്റോർണി, ടൈം പീരീഡ് വെക്കാം, പവർ ഓഫ് അറ്റോർണി ജനറൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കാം, അല്ലെങ്കിൽ ജോബ് പർപ്പസ് കൊടുക്കാം പവർ ഓഫ് അറ്റോർണി, അല്ലെങ്കിൽ ട്രാൻസ്ഫറിനുള്ള പവർ ഓഫ് അറ്റോർണി കൊടുക്കാം, നിങ്ങൾക്ക് സെയില് പർച്ചേസ് അങ്ങനെ ഓരോ പർപ്പസ് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോർണി ഈ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് വീക്കിൽ ഒരു ഇൻസിഡന്റ് നടന്നു. പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ആക്കുകയും ചെയ്ത് അത് ഇൻഫോം ചെയ്തില്ല. ആസ് പെർ ലീഗൽ അഡ്വൈസിന്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ആക്കിയാൽ അത് നമ്മൾ ഇൻഫോം ത്രൂ വാട്സപ്പോ അല്ലാന്നുണ്ടെങ്കിൽ മെയിലോ അല്ലാന്നുണ്ടെങ്കിൽ കൊറിയറായിട്ടോ പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ചെയ്ത വിവരം നമ്മൾ കൊടുത്ത പവർ ഓഫ് അറ്റോർണി ആൾക്ക് നമ്മൾ അറിയിക്കണം എന്നാണ്. അപ്പം ഇത് മിസ്യൂസ് ചെയ്തു ആളെ പേരുള്ള സ്ഥാപനം ട്രാൻസ്ഫർ ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് മാത്രം പവർ ഓഫ് അറ്റോർണി കൊടുക്കുക, പെടാതിരിക്കുക.